സ്വാഗതം. നമ്മൾ ഇന്നും ശബരിമല തന്നെയാണുള്ളത്. ഇതിൽ ഇന്നിപ്പോൾ നമ്മുടെ ഡോക്ടർ അനീഷ് കെ സോമനാണുള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്നും നമ്മൾ ശബരിമലയിൽ നിന്ന് തന്നെയാണ് ഈ തത്സമയം ഹലോ ഡോക്ടർ ആരംഭിക്കുന്നത്. ശബരിമല വലിയ നടപ്പന്തലിൻ്റെയും അതുപോലെ സന്നിധാനം ആശുപത്രിയുടെയും സമീപത്താണ്. ഡോക്ടറെ, ആദ്യം തന്നെ നമ്മൾ ഇന്നലെയും സംസാരിച്ച വിഷയമാണെങ്കിൽ പോലും ഈ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ പ്രധാനമായി രോഗമുള്ളവരായിക്കോട്ടെ രോഗമില്ലാത്തവരായിക്കോട്ടെ അവർ ആരോഗ്യപരമായി ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത്? നമ്മൾ മുൻകരുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമലയിൽ വരുമ്പോൾ തന്നെ വ്രതത്തിൻ്റെ ഒരു മുൻകരുതലുകൾ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരേ തട്ടിൽ തന്നെ കൊണ്ടുപോകണം. അതായത് പലരും 40-41 ദിവസം വ്രതം എടുക്കും. പക്ഷേ പലപ്പോഴും എല്ലാവർക്കും ചിലർക്ക് അസുഖങ്ങളുണ്ടാകാം, ചിലർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത രീതി വെച്ചിട്ട് അധികം കായിക ശേഷിയുള്ള ജോലിയൊന്നുമല്ല പലരും ചെയ്യുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നേരെ കയറി അങ്ങ് മല ചവിട്ടുക എന്ന് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കയറി കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മൾ വ്രതം എടുക്കുന്ന പോലെ തന്നെ പറ്റുവാണെങ്കിൽ വീട്ടിൽ ചെറിയ രീതിയിൽ ഒന്ന് നടക്കുക, സ്റ്റെപ്പുകൾ കയറുക, ഒരു 2000 മുന്നെങ്കിലും ഒന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു എക്സസൈസ് പോലെയെങ്കിലും മല കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തും. മല കയറാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ ഒരു കായിക അധ്വാനം നടത്തുന്നത് നല്ലതായിരിക്കും. അത് അസുഖമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും. നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റെപ്പുകളുണ്ട്. 2 നില വീടുകളാണെങ്കിൽ ആ സ്റ്റെപ്പുകൾ ഒരു ദിവസം ഒരു 10 തവണ കയറിയാൽ തന്നെ കാര്യം നടക്കും. മാത്രമല്ല പുറത്തിറങ്ങി നടക്കുക. പിന്നെ ചിലർക്ക് ഓൾറെഡി അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ച് കരുതേണ്ട ഒരു കാര്യം, അവർക്ക് അതിനുള്ള ഒരു ആരോഗ്യശേഷി ഉണ്ടോ എന്നുള്ളത് സ്വയം നമുക്ക് മനസ്സിനൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറെ, ഈ ഹൃദ്രോഗമുള്ള കാര്യത്തിലാണ് അവർ പലപ്പോഴും കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട്. ഈ തവണ 12ഓളം ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെ, ഹൃദ്രോഗമുള്ളവർ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഇതിൽ പറയുമ്പം ഹൃദ്രോഗമുള്ളവർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ഹൃദ്രോഗമില്ലാത്തവർക്കും ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതായത് യാതൊരു രോഗലക്ഷണവും ഇല്ലാതെ, ഇതുവരെ യാതൊരു രോഗലക്ഷണവും ഇല്ലാതെ ആളുകൾ, ഒരു 40-50 വയസ്സുള്ളവർ, അങ്ങനെയുള്ള ഇത്രയും നാളും ആശുപത്രിയിലൊന്നും പോയിട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ നിന്ന് നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സീസണും ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഹൃദ്രോഗമുള്ളവർ പ്രത്യേകിച്ചും അല്ലാത്തവരാണെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഓൾറെഡി അസുഖമുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് മരുന്നുകൾ മുടങ്ങാണ്ട് കഴിച്ചിരിക്കണം. അതായത് വ്രതം എടുക്കുമ്പോൾ ചിലപ്പം മരുന്ന് മുടക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് ഈ സീസണിലാണെങ്കിലും ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മരുന്നുകൾ കൈ കരുതുക, കൃത്യം സമയത്ത് മല കയറുമ്പോഴാണെങ്കിലും ആ സമയം കൃത്യതയോടുകൂടി തന്നെ മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ രണ്ടാമത്തെ കാര്യം, കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സാവകാശം മല കയറുക. നമ്മൾ ഈ ഒരു നിർത്തി തന്നെ കയറണം. ഇപ്പം തിരക്കാണ് അല്ലെങ്കിൽ ധൃതിയുണ്ട് എന്ന് കരുതി സ്പീഡിൽ ഓടിക്കയറിയാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ താഴ്ന്ന് കയറി വരുമ്പോൾ പമ്പ കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ നീലിമല, അപ്പാച്ചിമേട്, ഇവിടത്തെയൊക്കെ കയറ്റം എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള കയറ്റമാണ്. അതൊരു സാധാരണ മനുഷ്യനൊക്കെ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റുന്നതല്ല. എങ്കിലും ചിലരെ ധൃതി കൊണ്ട് ഓടിക്കയറുന്ന പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ സാവകാശം സമയമെടുത്ത് നിർത്തി ആവശ്യത്തിന് വിശ്രമം എടുത്ത് തന്നെ കയറുക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. ഒരു സാധാരണ ആളുകൾക്ക്, നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഓടിക്കയറാൻ പറ്റും. പക്ഷേ അത് കണ്ടുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യാൻ മുതിരരുത്. ഒരു 3-4 മണിക്കൂർ, സമയം എത്രയെങ്കിലും ആയിക്കോട്ടെ, ഒരു 3-4 മണിക്കൂർ സാവകാശം നിന്ന് വിശ്രമം എടുത്ത് റെസ്റ്റ് പ്ലേസ് ഒക്കെ ആവശ്യത്തിന് ഉണ്ട്. അതായത് ഡോക്ടർ, ഇന്നലെ നമ്മൾ പറഞ്ഞുതരാം, അത് ഒരു 5 പേർ 6 പേർ ഒരുമിച്ച് വരുമ്പോൾ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കയറാൻ ശ്രമിക്കുക, അല്ലേ? അതെ, ഒരുമിച്ച് കയറി ഒരു ബലപരീക്ഷിക്കേണ്ട ഒരു സ്ഥലമല്ല. അങ്ങനെ ഒരു മത്സരമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പം കൂട്ടത്തോടെ വരുന്നവർ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചെറുപ്പക്കാർ കൂടെ ഉണ്ടാകും, മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അപ്പോൾ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് എപ്പോഴും കൂടെയുള്ളവരുടെ കാര്യത്തിൽ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഇത് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ്. അപ്പം എല്ലാവരും ഒരു സാവകാശം കയറുക എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു കാര്യം. ഒരാൾ ക്ഷീണമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക. പിന്നെ എല്ലാ വഴിയുടനീളം നമുക്ക് എമർജൻസി മെഡിക്കൽ സെൻ്ററുകളിൽ എല്ലാ ചികിത്സാ സൗകര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സേവനം തേടുക. ഡോക്ടർ, നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സന്നിധാന ആശുപത്രി മുമ്പിലാണ് നിൽക്കുന്നത്. ക്യാമറ ആ ഒരു ഇതിലേക്ക്, മലയിറങ്ങിയാലും തുടരാം നല്ല ശീലങ്ങൾ, അകറ്റാം ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയുന്നു. ആ ഒരു ബോർഡ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഡോക്ടർ? അതിൽ നമ്മൾ കാണുന്നുണ്ട് നിത്യേന വ്യായാമം, ശരിയായ ഭക്ഷണശീലം, മാനസികാരോഗ്യം, ലഹരിയോട് വിട, കൃത്യമായ ചെക്കപ്പുകൾ. ഇതിൽ ഈ പറയുന്ന ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു പോകുന്ന കാര്യം. ശരിയായ ഭക്ഷണശീലം, ഇപ്പം മല കയറുമ്പോൾ ആളുകൾ പലപ്പോഴും വെജിറ്റേറിയൻ, എന്തായാലും സ്ഥിരമായിട്ട് വെജിറ്റേറിയൻ ആയിരിക്കും. ലഹരിയോട് വിട,
പുകവലി ഉണ്ടാവില്ല, മദ്യപാനമൊക്കെ നിർത്തും, മാനസികാരോഗ്യം. ഒരു പ്രേക്ഷകൻ ചേർന്നത് പത്തനംതിട്ട ഗിരീഷ് ഉണ്ട്. ഗിരീഷ് കേൾക്കാമോ? ഹലോ ഗിരീഷ്. സാറേ, ഈ ഹൃദ്രോഗികളൊക്കെ ഈ മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? പറഞ്ഞോളൂ. ഈ ഹൃദ്രോഗികളൊക്കെ മല കയറുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിൽ ഹൃദ്രോഗികൾ കേട്ടു ഗിരീഷ് ചോദ്യം കേട്ടു. അതിൽ ആദ്യത്തെ കാര്യം, ഹൃദ്രോഗികൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകാം. പൊതുവേ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ ഹൃദയാഘാതം എന്നാണ് വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം തൊട്ട് അടുത്താണ്, റീസെൻ്റ്ലി ഒരു 6 monthsനൊക്കെ അകമാണെങ്കിൽ പലപ്പോഴും ഒന്ന് സാവകാശം ഒരു അടുത്ത സീസണിലോട്ട് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അഥവാ ഓൾറെഡി അസുഖമുള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും മരുന്നുകൾ മുടക്കരുത്. അതിൽ ആദ്യത്തെ കാര്യം അതാണ്. പിന്നെ അവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്വന്തം വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്നു നോക്കി, കയറ്റങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിലുള്ള കയറ്റങ്ങളൊക്കെ ഒന്ന് കയറി നോക്കി സ്വയം ഒന്ന് തൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന് അവലോകനം ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയുന്നത്, ട്രീറ്റ് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റ് അവരുടെ അടുത്ത് പോയി ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. ഇപ്പം എന്തെങ്കിലും ഹാർട്ട് ഫെയിലിയറോ പമ്പിങ്ങിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെക്കപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും സയൻറ്റിഫിക്കലി പറയുന്നത് കാർഡിയോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യൻ്റെയോ അടുത്ത് പോയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചെക്കപ്പ്, നമ്മൾ ഈ മല കയറാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരാഴ്ച മുന്നെങ്കിലും ചെയ്ത് വെച്ച് എല്ലാം ഓക്കെ ആണെന്നൊന്ന് ഉറപ്പ് വരുത്തുന്നതിൽ തെറ്റില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഥവാ കയറുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാവകാശം കയറുക, ധൃതി പിടിക്കാണ്ട് പയ്യെ മല കയറുക, ഇടയ്ക്ക് വിശ്രമം എടുക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കൂടെയുള്ളവരുടെ കൂടെ ഒരു സാവകാശം എല്ലാവരുടെയും സപ്പോർട്ട് കൂടി കയറാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ പോലും, ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ പോലെയാണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ സേവനം തേടുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും. ഗിരീഷ്, ഉത്തരം വ്യക്തമായല്ലോ. അപ്പോൾ ഗിരീഷ് ചോദിച്ചിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്ന കാര്യമുണ്ട്. അതായത് ഈ മരുന്ന് നമുക്ക് അതുവഴി ആശുപത്രിയിലൂടെ പ്രവേശിക്കാം. ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾ നിലവിൽ അവരെന്താ തുടരുന്നോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? അല്ല, മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം അവരുടെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ്, മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആകാം, അല്ലെങ്കിൽ എന്താണ് അസുഖം വന്നത് എന്നുള്ള വിവരിക്കുന്ന റെക്കോർഡ്സ്, ഡീറ്റെയിൽസ് ആകാം. ഇത് കയ്യിൽ കരുതുന്നതിൽ തെറ്റില്ല. മാത്രമല്ല, കൂടെ ഉള്ളവർ ഏതെങ്കിലും ഒരാളെ നമുക്കൊരു ബൈസ്റ്റാൻഡർ എന്നുള്ള പോലെ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് വെക്കുക. ഇന്ന പോലെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ന പോലെ മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നതിൽ തെറ്റില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു മെഡിക്കൽ എമർജൻസി വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സിനോടായിരിക്കും കാര്യങ്ങൾ ചോദിക്കുക. അപ്പം അതൊക്കെ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ചികിത്സയുടെ കാര്യത്തിലും അത് എളുപ്പമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്നുകൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക. ഇപ്പം ഒരു മല കയറാൻ പോകുമ്പോൾ ഒരു 3-4 ദിവസത്തെ പരിപാടി ആയിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ബാക്കി അമ്പലങ്ങളിലൊക്കെ കയറി വരുമ്പോൾ, അപ്പോൾ ആ ഒരു സ്റ്റോക്ക് കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഗുളികകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. ചിലർ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടാകും. അത് ഒരു പ്രശ്നോടെ ചേരുന്നുണ്ട്. ഹരിപ്പാട്ട് നിന്ന് സനിലാണ് ചേരുന്നത്. സനിൽ, ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട്, ഡോക്ടറോട് ചോദിക്കാം. സനിൽ കേൾക്കാമോ? സനിൽ കേൾക്കാം. ഹലോ സനിൽ. ഹലോ സാർ, ഡോക്ടറോട് ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാറേ. ഡോക്ടർ കേൾക്കാം, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഈ കാലിന്റെ ഒന്ന് വീണ് കാലിന്റെ ലിഗമെന്റ് പൊട്ടിയിട്ട് ഒരു 8 മാസം റെസ്റ്റ് എടുത്ത ആളാണ്. എനിക്ക് ശബരിമലയിൽ ഒന്ന് കയറി പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഈ കാലിന് ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് കയറി അവിടെ വരുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, കാലിന് മറ്റ് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അറിഞ്ഞപ്പോഴാണ്. അല്ല, ഇപ്പം സാധാരണ പോലെ നടക്കുന്നതാണോ? സ്റ്റെപ്പൊക്കെ കയറുന്നതാണോ വീട്ടിലാണേലും? സാറേ, അത് സാധാരണ പോലെ സ്റ്റെപ്പ് ബെൽറ്റ് പോലെ ഇട്ടാണ് കയറുന്നില്ല. പരസായത്തോടു കൂടിയാണോ ഇപ്പഴും നടക്കുന്നത്? വടിയോ വോക്കി സ്റ്റിക്കോ വല്ലതും പിടിച്ചാണ് നടക്കുന്നത്? സ്വന്തമായിട്ട് തന്നെ നടക്കാൻ സാധിക്കുന്നുണ്ട്. ശരി ശരി. കാലിന്റെ ഓപ്പറേഷൻ ആയിട്ട് ചെയ്തതാണോ? ഓപ്പറേഷൻ കഴിഞ്ഞതാണോ? ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഓ ശരി, മനസ്സിലായി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ട ഓർത്തോപെഡീഷനെ തന്നെ ഒന്ന് കണ്ടൊരു അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് കാലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം.
പിന്നെ നമുക്ക് മല കയറാണ്ടുള്ള സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. ഒരു സാമ്പത്തികത്തിൻ്റെ പ്രശ്നം വരുമായിരിക്കും. അങ്ങനത്തെ രീതിയിൽ ആലോചിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുത്തനെയുള്ള കയറ്റമാണ്, സാവകാശം കയറി വരിക. ഇപ്പം ഈ ഫ്രാക്ചറും വീണ് കാലൊടിയുന്ന കാര്യങ്ങളുമൊക്കെ ചെറിയ രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ നമ്മുടെ ആശുപത്രിയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രിക്കോഷൻ എടുത്തിട്ട് കയറുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം. ഓക്കെ ഡോക്ടറെ, അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് ഈ മരുന്നുകളുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അതിൻ്റെ അകത്ത് പ്രധാനമായി ഇപ്പം അവിടെ എത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖം ഉണ്ടായി തുടങ്ങിയാൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ അതായത് നമ്മുടെ DHSൻ്റെയും പിന്നെ DMEയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ളൊരു ഒത്തുചേരൽ ഇതിൽ വന്നിട്ടുണ്ട്. ആശുപത്രികളുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ സന്നിധാനത്ത് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഈ ഒരു ആശുപത്രിയുണ്ട്. ഇതേപോലെ തന്നെ താഴെ പമ്പയിലും ഒരുവിധം എല്ലാ സ്പെഷ്യാലിറ്റിയുള്ള ആശുപത്രിയുണ്ട്. കൂടാണ്ട് കയറി വരുമ്പോൾ നീലിമലയിലും അപ്പാച്ചിമേടിലും കാർഡിയോളജി സെൻ്ററുകളുണ്ട്. മാത്രമല്ല അയ്യപ്പൻ റോഡിലാണെങ്കിൽ ചരൽമേടിലും ഇതുപോലെ ആശുപത്രി ഡിസ്പെൻസറി ഉണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ 2 ശരണപാതയിലും ഉടനീളമായിട്ട് 15ഓളം എമർജൻസി മെഡിക്കൽ സെൻ്ററുകളുണ്ട്. അപ്പം ഈ ഓരോ എമർജൻസി IMCയിലും ഓരോ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സുണ്ട്. അവിടെ ഓക്സിജൻ പാളങ്ങളുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ഹൃദയസംബന്ധം പോലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഷോക്ക് വരെ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാം തന്നെ പാരലായിട്ട് എമർജൻസി സ്ട്രക്ചർ സർവീസുകൾ പല പോയിന്റുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പാതയിൽ ഒരു സ്വാമി എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വീണ് പോവുകയാണെങ്കിൽ അവരെ എടുത്തുകൊണ്ടുവന്ന് തൊട്ടടുത്തുള്ള EMCയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലോ എത്തിക്കാനുള്ള എമർജൻസി സ്ട്രക്ചർ സർവീസുകൾ വരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, അവിടെ നിന്ന് ഒന്ന് ആവശ്യമുള്ള മരുന്നുകൾ ചെയ്ത് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴെ പമ്പയിലോട്ട് വിടും. പമ്പയിൽ നിന്ന് പിന്നെ അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ ഓരോ ഹബ്ബ് ഹോസ്പിറ്റലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ, കോന്നി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. ആവശ്യമനുസരിച്ച് ഏത് സ്പെഷ്യാലിറ്റിയുടെ ആവശ്യമാണോ അതിനനുസരിച്ച് പിന്നെ ഹയറായിട്ട് അങ്ങോട്ട് റെഫർ ചെയ്യും. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ പ്രവർത്തിച്ച് വരുന്നത്. ആംബുലൻസ് സൗകര്യമുണ്ട്. ഈ കുത്തനെയുള്ള കയറ്റം കയറാനും ഇറങ്ങാനും പറ്റുന്ന 4 വീൽ ഡ്രൈവ് സൗകര്യമുള്ള ആംബുലൻസുകളുണ്ട്. പിന്നെ വോളണ്ടിയേഴ്സിൻ്റെ സേവനവും ലഭ്യമാണ്. അയ്യപ്പ സേവാ സംഘം അങ്ങനത്തുള്ള ആൾക്കാരുടെ സ്ട്രക്ചർ എല്ലാ കാര്യങ്ങളും ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഒരു നിമിഷം നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കട്ടെ. നമുക്ക് ദൃശ്യങ്ങൾ, അതായത് വലിയ നടപ്പന്തലിൻ്റെ സമീപമാണ് സന്നിധാനം സർക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്, അതായത് അലോപ്പതി ഹോസ്പിറ്റലുള്ളത്. ഈ അലോപ്പതി ഹോസ്പിറ്റൽ ഈ വലിയ നടപ്പന്തൽ, എനിക്ക് പിന്നിൽ കാണുന്ന വലിയ നടപ്പന്തലിൻ്റെ തൊട്ട് സമീപം പലർക്കും ഒരുപക്ഷെ അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. അതായത് കാലിനോ മുട്ടിനോ അല്ലെങ്കിൽ എന്ത് രോഗം ഉണ്ടെങ്കിലും നിങ്ങൾ ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നടപ്പന്തലിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ സന്നിധാനം അലോപ്പതി ഹോസ്പിറ്റൽ ഉള്ളത്. അലോപ്പതി ഹോസ്പിറ്റൽ മാത്രമല്ല, ഇതിന് നേർ എതിർവശത്താണ് ആയുർവേദ ഹോസ്പിറ്റലുമുണ്ട്. അതിൻ്റെ തൊട്ട് സമീപത്തായി ഹോമിയോ ഹോസ്പിറ്റലുമുണ്ട്. അങ്ങനെ വിപുലമായ സംവിധാനമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 3 ആശുപത്രികളും തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ ഡോക്ടർ വീണ്ടും ചേരുകയാണ്. ഡോക്ടർ, നമുക്ക് ആശുപത്രിക്കുള്ളിലേക്കൂടെ കിടക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഡോക്ടറെ, ഈ പ്രിക്കോഷൻ നടപടിയാണല്ലോ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കുണ്ട്, പ്രമേഹം, പ്രഷർ, അത്തരം രോഗികൾ എങ്ങനെയാണ് ഒരു കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത്? ഷുഗർ ഉള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മല കയറുന്നതിന് മുന്നേ തന്നെ ഒരു പ്രോപ്പർ ചെക്കപ്പ് നടത്തുന്നതിൽ തെറ്റില്ല. ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും എല്ലാം ഒരു നോർമൽ ലെവലിലാണെന്ന് ഉറപ്പ് വരുത്തി മലകയറ്റം തുടങ്ങുന്നതിൽ തെറ്റില്ല. മാത്രമല്ല മരുന്നുകൾ കയ്യിൽ കരുതുക. ഇപ്പോൾ ഷുഗർ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർ കാണും. അപ്പം അതിൻ്റെ ഒരു സംവിധാനം ഒരുക്കുക. അല്ലെങ്കിൽ ഇൻസുലിൻ കയ്യിൽ കരുതാൻ കഴിയാത്ത രോഗികളാണെങ്കിൽ നമ്മുടെ ആശുപത്രികളിൽ ഇൻസുലിൻ്റെ സ്റ്റോക്കുണ്ട്. അതാത് സമയത്തുള്ള ഇൻസുലിൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചിലപ്പോൾ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു ഭക്ഷണം കൈ കരുതുക. അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഏർപ്പെടുത്തുക. പ്രഷർ കൂടുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രഷറിൻ്റെ ചെക്കപ്പ് നേരത്തെ ചെയ്ത് വെക്കുക. മരുന്ന് മുടങ്ങാണ്ട് കഴിക്കുക. ഈ പറഞ്ഞ പോലെ ശ്വാസമുട്ടുള്ള രോഗികളാണെങ്കിൽ ചിലർക്കൊക്കെ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടാകാം. അതൊക്കെ കയ്യിൽ തന്നെ കരുതുക. ഈ മല കയറുമ്പോഴുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകുന്നതോറും ഓക്സിജൻ്റെ ഡെൻസിറ്റിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾറെഡി ആസ്മയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കൂടാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം മല കയറാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാവകാശം തന്നെ കയറുക. ഏത് രോഗമാണുള്ളവരാണെങ്കിലും
സാവകാശം നിർത്തി വിശ്രമെടുത്ത് കയറുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആശുപത്രിയിലെ ചീട്ട് എഴുതുന്ന സെൻറ്ററിലാണ് നമ്മളതിൻ്റെ കൂടെയാണുള്ളത്. എന്നിട്ട് ഇപ്പോൾ എത്ര രോഗികളായി സീസൺ തുടങ്ങിയ ശേഷം? ഇപ്പോൾ 25,562. 25,562 രോഗികൾ അല്ലേ? അതായത് ഈ സർക്കാർ സന്നിധാനം അലോപ്പതി ആശുപത്രിയിൽ ഈ മണ്ഡലകാലം ആരംഭിച്ച ശേഷം 25,000-ഓളം രോഗികളാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഈ ചീട്ട് നേരത്താണ് ആദ്യം രോഗികൾ വരുന്നത്. രോഗികളൊക്കെ വലിയ സന്തോഷത്തിലാണോ? സന്തോഷത്തിലാണ്. ആദ്യം വന്ന് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരിക്കുമല്ലോ മരുന്ന് മേടിക്കാൻ വരുന്നത്. തിരികെ പോകുമ്പോൾ എന്താ പറയുന്നത്? അവർക്ക് നല്ല അഭിപ്രായമുണ്ട്. ഇവിടുത്തെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അതാണ് കാരണം ചോദിക്കാൻ കാരണം ഡോക്ടർ, കാരണം ഇവരിലേക്കാണല്ലോ ആദ്യം വരുന്നത്, പിന്നീട് തിരിച്ചു പോകുമ്പോഴും കാണാൻ സാധ്യതയുള്ള ആളുകളാണ്. ഡോക്ടറെ, നമുക്ക് ഇവിടെ വിശാലമായ മരുന്നുകളുടെ ഒരു ശേഖരണം എങ്ങനെയാണ്? എത്രത്തോളം മരുന്നുകൾ ഇവിടെയുണ്ട്? നമുക്ക് ഫാർമസിസ്റ്റ് സൗകര്യമുണ്ട്. ഫാർമസി 24 മണിക്കൂറും ഉണ്ട്. ഫാർമസിസ്റ്റുകൾ 5ഓളം പേര് നമ്മൾ ഓരോ ഷിഫ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള മരുന്നുകളും, ഗുളികകളാണെങ്കിലും എല്ലാ ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും അഥവാ ഒരു എമർജൻസിക്കുള്ള ചെറിയ രീതിയിലുള്ള പനി, ഏത് തരത്തിലുള്ള പനിയാണെങ്കിലും മേജറായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, വേദന സംഹാരികൾ, അതുകൂടാണ്ട് തന്നെ ഈ പറഞ്ഞ ഇഞ്ചക്ഷനുകൾ, എമർജൻസി ലൈഫ് സേവിങ് ആയിട്ടുള്ള ഇഞ്ചക്ഷനുകൾ, ഇവയെല്ലാം നമുക്ക് സ്റ്റോക്കുണ്ട്. ഇൻസുലിനടക്കം നമുക്ക് സ്റ്റോക്കുണ്ട്. ഫാർമസി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമുള്ള മരുന്നുകൾ ഒരുവിധം എല്ലാം നമുക്ക് ഇവിടെ സ്റ്റോക്കുണ്ട്. എല്ലാം സൗജന്യമായിട്ടാണ്? എല്ലാം സൗജന്യമായിട്ടാണ്. ഡോക്ടറെ, ഓയിൽമെന്റ്, വേദനയ്ക്ക് പറ്റുന്ന ഓയിൽമെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? അതെടുക്കാം, അത് കുഴപ്പം. ചോദിച്ചോ. നമുക്ക് ടർപ്പന് പൊതുവേ നമ്മൾ കൂടുതലും കാലുവേദന, മല കയറി വരുമ്പോൾ കാലുവേദന, അങ്ങനത്തെ പേശിവേദന, ഇതൊക്കെ ആയിട്ട് രോഗികൾ വരുന്നുണ്ട്. അപ്പം അതിനാവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഓയിൻമെൻറ്റുകളും ടർപ്പനടക്കമുള്ള മരുന്നുകളും ഉണ്ട്. അതായത് ആർക്കെങ്കിലും മല കയറി വരുമ്പോഴോ തിരികെ പോകുമ്പോഴോ കാലുവേദന അനുഭവപ്പെട്ട ഇവിടെ ജെല്ല് സൗജന്യമായിട്ട് കിട്ടും. ഡോക്ടറെ ഒന്ന് കണ്ട് ഒപ്പിച്ചിട്ട് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ PCR എന്ന മരുന്നൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കാലിന് വേദനയോ മറ്റോ ഉണ്ട്, കാലിനോ കൈക്കോ ആട്ടെ, ഇവിടെ നല്ല ഓയിൽമെൻറ്റും അതുപോലെ ടർപ്പൻ അല്ലേ? ടർപ്പൻ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ടർപ്പൻ ലഭിക്കുന്നതാണ്. തീർത്ഥാടകർക്ക് ആശ്വാസം പകരും. ഇത് കാലുവേദനയ്ക്ക് മുഴുവൻ സൗജന്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുമുണ്ട്. ഇൻസുലിൻ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇൻസുലിൻ നമ്മൾ അതാത് സമയത്ത് സ്റ്റോക്ക് ഡോസ് എടുത്ത് വിടുകയാണ് പതിവ്. ഇൻസുലിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുകൊണ്ട് സ്വാമികളുടെ കയ്യിൽ കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഏത് സമയത്ത് ഡോസാണോ ആ സമയത്ത് വന്നാൽ നമ്മൾ എടുക്കും. അതായത് ഇവിടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ സൂക്ഷിക്കുകയും ആവശ്യ സമയത്ത് വന്ന് ഇൻസുലിൻ എടുക്കാനുള്ള സംവിധാനങ്ങളും. തീർച്ചയായിട്ടും നമുക്ക് വിശാല ഒരു ICU ഉണ്ടെന്നത് അല്ലേ? ICU സംവിധാനം, അതിനെപ്പറ്റി ഒന്ന് ICU സംവിധാനത്തിലെയും അവരുടെ കാര്യങ്ങൾ വിവരിക്കാം. മൊത്തത്തിൽ 12 ബെഡോളം ഉണ്ട്. 9 ബെഡ് ജനറൽ ബെഡാണ് ഒബ്സർവേഷനായിട്ട്. കൂടാണ്ട് സർവ്വസജ്ജമായിട്ടുള്ള ICU ഉണ്ട്. അതിൽ ഇപ്പം ഇന്ന് ഏകദേശം 6ഓളം ബെഡുകളുണ്ട്. 6ഓളം ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ICU എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഏത് ലൈഫ് സേവിങ് എമർജൻസീസും നമുക്കിവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. വെന്റിലേറ്റർ സൗകര്യമുണ്ട്. അത് കൂടാണ്ട് തന്നെ അറ്റാക്ക് വരുവാണെങ്കിൽ അതിൻ്റെ പ്രതിരോധമായിട്ടുള്ള മരുന്നുകൾ, സ്ട്രെപ്റ്റോക്കൈനേസ് എന്ന് പറയുന്ന ലൈസിസിന് ഉപയോഗിക്കുന്ന മരുന്നുണ്ട്. അത് കൂടാണ്ട് എന്തെങ്കിലും ആനിമൽ അറ്റാക്ക് ഇഞ്ചുറി വരികയാണെങ്കിൽ, ഇപ്പോൾ പന്നികുത്തോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകളുണ്ട്. പേവിഷബാധയ്ക്കെതിരെയുള്ള മരുന്നുകളുണ്ട്. അത് കൂടാണ്ട് തന്നെ സ്നേക്ക് ബൈറ്റ് വരികയാണെങ്കിൽ അതിന് ആവശ്യമുള്ള മരുന്നുകളുണ്ട്. ASV, ആൻറ്റി സ്നേക്ക് വെനമൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള മോണിറ്റേഴ്സും ഉണ്ട്. നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സും എല്ലാവരും ഉണ്ട്. ICU ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകൾ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടാണ്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സൗകര്യവും ഉണ്ട്. ഏത് സ്പെഷ്യാലിറ്റിയുടെ ഡോക്ടർമാരുടെയും നമുക്കിവിടെ ഓൺ കോൾ പോലെ ലഭ്യമാണ്. അപ്പം ഈ ഒരുവിധപ്പെട്ട എമർജൻസി സിറ്റുവേഷനിലെല്ലാം നമുക്ക് ഒന്ന് ടാക്കിൾ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് പേഷ്യൻറ്റിനെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ സജ്ജമാണ്. ഡോക്ടർ, ഇപ്പോൾ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു ചോദ്യം ഓർത്തത്, അതായത് കുട്ടികൾ ശബരിമലയിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾ ഏതൊക്കെ തരത്തിലുള്ള കരുതലാണ് സ്വീകരിക്കേണ്ടത്? കുട്ടികളുടെ കാര്യം പറയുവാണെങ്കിൽ കുട്ടികൾ നമ്മുടെ OPയിൽ ചെറിയ രീതിയിലാണെങ്കിലും വരുന്നുണ്ട്. കൂടുതലും അത്ര എണ്ണമില്ലെങ്കിൽ പോലും. പക്ഷേ കുട്ടികൾക്ക് നമുക്ക് സാധാരണ മുതിർന്നവരിൽ കാണുന്ന രോഗങ്ങളൊന്നും അല്ല കാണുന്നത്. ചെറിയ രീതിയിലുള്ള പനി, പിന്നെ വയറിളക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവേ കാണുന്നത്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു പനിയാണെങ്കിൽ പോലും അവരുടെ കാര്യം ഇപ്പോൾ അസുഖം നിസ്സാരവൽക്കരിച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അവർക്ക് ചെറിയ പനി ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ വയറിളക്കം ഉണ്ടാകും. പക്ഷേ ആ ഒരു ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പനി വന്നാലും അല്ലെങ്കിൽ വയറിളക്കം വന്നാലും. അപ്പം എപ്പോഴും അവരെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക ഇതാണ്. കുട്ടികൾ സ്വന്തമായിട്ട് വെള്ളം കുടിക്കത്തില്ല. അപ്പം നമ്മൾ കൂടെയുള്ളവരത്
ഒന്ന് കരുതി ഓർമ്മിപ്പിച്ച് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ORS ലായനി കയ്യിൽ കരുതാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഞ്ചസാര ഉപ്പുള്ള മിശ്രിതമുള്ള ലായനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളയിൽ കൊടുക്കുക. പിന്നെ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും വൈദ്യസഹായം തേടുക. ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഓടിക്കയറിയെങ്കിൽ മലയൊക്കെ കയറിപ്പോകും, പക്ഷേ ചിലപ്പോൾ കാലിൽ ചെറിയ മുറിവുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഗവനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയൊരു മുറിവാണെങ്കിൽ പോലും ചിലപ്പോൾ ഭാവിയിൽ അത് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്ന് ഡ്രസ്സ് ചെയ്ത് പോയാൽ അത് അവിടെ നിൽക്കാവുന്നതേ ഉള്ളൂ. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ഒരു കരുതൽ എപ്പോഴും വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ആരോഗ്യപരമായ കാരണങ്ങളെക്കാളും ചിലപ്പോൾ പലപ്പോഴും കുട്ടികൾ മിസ്സാവുന്ന കൂട്ടം തെറ്റുന്ന ഒരു പ്രവണതയൊക്കെ കാണുന്നുണ്ട്. അപ്പം അതും ഒന്നും ഒഴിവാക്കുക. അത് ആരോഗ്യമായിട്ട് ബന്ധമല്ലെങ്കിൽ പോലും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടറെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറെ ആലപ്പുഴ ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, ഞാൻ ആലപ്പുഴ വിളിക്കുന്നതാണ്. ഞാൻ ആസ്മ രോഗിയാണ്. ഞാൻ ആസ്മ രോഗിയാണ്. എനിക്ക് ഹിൻകല് വലിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വലിക്കുന്ന ഗുളിയുണ്ട്, എൻ്റെ ഉണ്ട്. അപ്പൊ എനിക്ക് മല നോയമ്പെടുക്കാൻ 8-ാം തീയതി മല ഇടുവാണ്. അപ്പം പോകാൻ വേണ്ടിയാണ്, മലയ്ക്ക് വരാൻ വേണ്ടിയാണ്. ഈ സീസണിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതെ, മനസ്സിലായി. അപ്പം ഒന്ന് ഒരു ചെക്കപ്പ് ആദ്യമേ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് പോയി ശരീരത്തിൻ്റെ ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കരുതുക എന്നുള്ളതാണ്. ഇൻഹേലർ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഹേലർ കയ്യിൽ കരുതണം. വ്രതത്തിൻ്റെ ഭാഗമായിട്ട് മരുന്ന് മുടങ്ങുകയോ അല്ലെങ്കിൽ ഇൻഹേലർ എടുക്കാതിരിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ചെക്കപ്പ് നടത്തി കയറുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ കയറുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സാവകാശം നിർത്തി വിശ്രമം എടുത്ത് തന്നെ കയറുക. ഓടിക്കയറാതിരിക്കാൻ പരമാവധി നോക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ കയ്യിൽ ആ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ഒന്ന് കൈ കരുതിക്കൊള്ളുകയും കൂടി ചെയ്യുക. ഡ്രസ്സിംഗ് റൂമിന് മുമ്പിലാണല്ലോ നമുക്ക് ഇവിടുത്തെ ഒരു സംവിധാനങ്ങളൊന്നും അറിയേണ്ടതായിട്ടുണ്ട്. ചികിത്സ നമ്മൾ ഒരു കുട്ടിയേപ്പനുണ്ട്. മോനെ എന്ത് പറ്റിയതാ? ആണോ? അറിയാതെ ചവിട്ടിപ്പോണോ കാലല്ലേ? മരുന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? ഡ്രസ് ചെയ്യുക. കുഞ്ഞിന് എന്ത് പറ്റിയായിരുന്നു? നടന്നു വരുമ്പോൾ തിരക്കപ്പെട്ടപ്പോഴേ കാല് വെച്ചു. ഡോക്ടറെ, അപ്പം ഇവിടെയുള്ള ഡ്രസ്സിങ്ങും സംവിധാനങ്ങളും എല്ലാം ഉണ്ടല്ലേ? ഉണ്ട്, ഡ്രസ്സിങ് സംവിധാനമുണ്ട്, നേഴ്സിംഗ് അറ്റൻഡർമാരുണ്ട്. ഇപ്പം ഡോക്ടറെ കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. ഒപ്പിലെ ഡോക്ടറെ കണ്ടതിന് ഡോക്ടറെ കണ്ടിരുന്നോ? ഡോക്ടറെയാണ് ഇങ്ങോട്ട് വിട്ടത് അല്ലേ? അപ്പം എന്താ മോനെ കരയുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കുട്ടികൾക്ക് കൂട്ടം തെറ്റായിരിക്കുള്ള പേരും ഫോൺ നമ്പർ. ഇപ്പോൾ ഇതാരെ കിട്ടിത്തന്നേ? ആരാ? പോലീസ് സ്റ്റേഷൻ ആണോ? പോലീസ് ചേച്ചിയാണോ? ഇതൊക്കെ എന്തൊക്കെ എഴുതുന്നറിയാവോ? വേണ്ടേ? മോൻ്റെ പേര് എന്താ? ആരുഷ് അല്ലേ? ആരുഷിൻ്റെ ഫോൺ നമ്പറുണ്ട്, അഡ്രസ്സ് എല്ലാം ഉണ്ട്. ഇത് മല ഇറങ്ങുന്ന വരെ സൂക്ഷിക്കണം കേട്ടോ. എവിടെയെങ്കിലും നമ്മളൊന്ന് കൂട്ടം തെറ്റിയാലും അടുത്തുള്ള പോലീസ് അയ്യപ്പന്മാരോട് പോലീസുകളോട് പറഞ്ഞാൽ മതി കേട്ടോ. കരയണ്ട. മെഡിക്കലിൻ്റെ പേരെന്തുവാ? ആരുഷ് അല്ലേ? ആരുഷിൻ്റെ ഇത് ഇപ്പം മരുന്ന് പുരട്ടി തരും കേട്ടോ. സുഖമാവും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഡ്രസ്സിംഗ് റൂമിലേക്ക് കുഞ്ഞിൻ്റെ ഒരു കരച്ചിലുണ്ടപ്പം ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. എന്താണ് കുട്ടിയായപ്പം കരയുന്നത്? ഡോക്ടറെ, നമുക്ക് ഡോക്ടർമാരുടെ സേവനങ്ങളോട് പറയാം. എത്ര ഡോക്ടർമാരാണ് ഇവിടെ? അറ്റ് എ ടൈം ഇപ്പം 10 ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാർഡിയോളജിസ്റ്റുണ്ട്, പൾമണോളജിസ്റ്റ് നെഞ്ചുരോഗ വിദഗ്ധനുണ്ട്, ഫിസീഷ്യൻ, ഓർത്തോപെഡീഷ്യൻ, പീഡിയാട്രീഷ്യൻ, അനസ്തറ്റിസ്റ്റ്, സർജൻ, ഇവരുടെ എല്ലാം സേവനമുണ്ട്. ഒരുവിധപ്പെട്ട സ്പെഷ്യാലിറ്റികളുടെ എല്ലാം നമുക്കൊരു ഓൺകോൾ സംവിധാനം ഇവിടെ ലഭ്യമാണ്. അതുകൂടാണ്ട് തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും എല്ലാവരും ഉണ്ട്. നഴ്സിംഗ് ഓഫീസർമാർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, അറ്റൻഡർമാർ, ലാബ് സംവിധാനമുണ്ട്. ഒരുവിധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും, ഹൃദയാഘാതത്തിൻ്റെ അടക്കമുള്ള ബ്ലഡ് ടെസ്റ്റുകളും നമുക്കിവിടെ ചെയ്യാൻ സംവിധാനമുണ്ട്. ഇപ്പം ഡോക്ടറെ ഒരു മിനിറ്റ്, ഡോക്ടർ ഏത് വിഭാഗത്തിൻ്റെയാണ്? അസ്ഥിരോഗം, അനസ്തേഷ്യ, മറ്റേ അസ്ഥി ജനറൽ മെഡിസിൻ. ഓക്കെ. അപ്പം ഇവർ അനസ്തേഷ്യ ഡോക്ടറും ജനറൽ മെഡിസിൻ ഡോക്ടറും അല്ലേ? അപ്പോൾ എല്ലാ വിഭാഗം ഡോക്ടേഴ്സും ഉണ്ട് ഇവിടെ അല്ലേ? എല്ലാ വിഭാഗവും. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് സമയക്കുറവ് കാരണമേ മൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഇപ്പോൾ വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെടുന്ന ഡോക്ടേഴ്സുണ്ട്. ആ എല്ലാ ആളുകൾക്കും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പം ആ കുട്ടി അയ്യപ്പിന് ലഭിക്കുന്ന ചികിത്സയെപ്പറ്റി പറഞ്ഞിരുന്നു. ഏതായാലും നമുക്കിതിലേക്ക് ഡോക്ടർ വളരെ നന്ദി ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ചതിനും പ്രേക്ഷകർക്ക് ഈ ശബരിമല തീർത്ഥവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട മുന്നൊരുക്കങ്ങളെപ്പറ്റി വിവരിച്ചിരുന്നു. കാരണം ഡോക്ടർ ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ്.